എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നമ്മുടെ ഉപ്പി സാറും ചന്ദ്രു സാറും കൂടെ അടിച്ചിറക്കി വിട്ട റോബിൻ ഹുഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. ഇഷ്ടപ്പെടാതിരിക്കാൻ തരമില്ലല്ലോ, കാരണം അമ്മാതിരി വർക്കല്ലായിരുന്നു. നമ്മൾ ലോകത്തുള്ള ഏത് നല്ല ട്രിലജി എടുത്ത് നോക്കിയാലും, അതായത് ഈ 3 പാർട്ടുള്ള സിനിമകൾ എടുത്ത് നോക്കിയാലും അതിനകത്ത് രണ്ടാമത്തെ സിനിമയായിരിക്കും ഏറ്റവും കിട്ടുന്ന സിനിമ. ഇപ്പോൾ ഹോളിവുഡിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഡാർക്ക് നൈറ്റ്, അല്ലെങ്കിൽ സ്പൈഡർമാൻ 2, ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ധൂം 2, കൃഷ്, ഇനി തമിഴിലേക്ക് വന്നു കഴിഞ്ഞാൽ സിംഗം 2, കാഞ്ചന, മാരി 2, ഇന്ത്യൻ 2, ചന്ദ്രമുഖി 2, അങ്ങനെ എത്ര സിനിമകൾ മലയാളത്തിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ആര് വേണമെങ്കിലും ആയിക്കോളൂ, എനിക്കത് പ്രശ്നമല്ല. അപ്പോൾ ബ്രഹ്മ എന്ന അൽക്കുലത്ത് പഞ്ചമ ഇറക്കി വിട്ടതിന് കൃത്യം 5 വർഷത്തിന് ശേഷം ചന്ദ്രു സാറും ഉപ്പി സാറും കൂടെ വീണ്ടും ഒരുമിക്കുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർ ഒരു കിടിലം പടം എക്സ്പെക്ട് ചെയ്യുമല്ലോ. അത് ചന്ദ്രു സാറിനും അറിയാം. അപ്പോൾ ഓഡിയൻസിൻ്റെ ആ ഒരു എക്സ്പെക്ടേഷൻ എല്ലാം മനസ്സിൽ വെച്ച് അറിഞ്ഞ് പണിയിരിക്കുകയാണ് ചന്ദ്രു സാറ് രണ്ടാമത്തെ പടത്തിൽ. പ്രത്യേകിച്ചും സ്നേഹം എന്താണെന്ന് ഇതുവരെ മനസ്സിലാവാത്ത ആളുകളാണോ നിങ്ങൾ? പേടിക്കണ്ട, നിങ്ങളെ സ്നേഹം എന്താണെന്നല്ല, ജീവിതമേ എന്തിന് എന്ന് ചന്ദ്രു സാർ ചോദിപ്പിക്കും. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ വന്ദേ ഭാരത് സീരീസിലെ രണ്ടാമത്തെ പടം ഐ ലവ് യു. പിന്നെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എമ്പുരാൻ റിലീസ് സമയത്ത് രാജവട്ടം പറഞ്ഞൊരു കാര്യം കൂടെ എനിക്ക് പറയാൻ താല്പര്യമുണ്ട്. അതായത് ഈ സിനിമ ഐ ലവ് യു ഒരു ഡയറക്റ്റ് സീക്വൽ അല്ല, മറിച്ച് ഒരു മലങ്കൾട്ട് ടോൺസിലൈറ്റിസ് ഫ്രാഞ്ചൈസിൻ്റെ മിഡ് പീസാണ്. അതുകൊണ്ട് ഈ സിനിമ സ്റ്റാൻഡ് അലോൺ ആയിട്ടും എൻജോയ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പടം തുടങ്ങുമ്പോൾ ഒരു പാവം പെൺകുട്ടിയെ കുറേ പേര് ചേർന്ന് ഓടിക്കുകയാണ്. കുറേ നേരം ഓടിയിട്ട് ആ കുട്ടി ഒടുവിൽ കാല് തെന്നി വീഴുന്നു. ഇനി അവളെ രക്ഷിക്കാൻ കടവുൾ താൻ വരെ വേണ്ടും. പെട്ടെന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ റിയൽ സ്റ്റാറിന്റെ പുഷ്പക വിമാനം വന്നിറങ്ങുന്നു. അതിന്റെ ഗ്ലാസ് ഡോർ മാറുമ്പോൾ കൂളിംഗ് ഗ്ലാസും വെച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന നമ്മുടെ റിയൽ സ്റ്റാർ. പിന്നെ ഇത് റിയൽ സ്റ്റാർ കുറേ കാലം കഴിഞ്ഞ് ചെയ്യുന്ന പടമായതുകൊണ്ട് അതിന്റെ ആ ഒരു ഖ്യാതി വിളിച്ചോതുന്ന രീതിയിലുള്ള ഒരു കിടിലം ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഇങ്ങനെ എയർപോർട്ട്സും കൂളിംഗ് ഗ്ലാസും വെച്ചുകൊണ്ട് ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരുത്തൻ എന്തിനാണ് മരക്കാരൻ്റെ കയ്യിലുള്ള പോലത്തെ പൈപ്പും പിടിച്ചുകൊണ്ട് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഒരു കാര്യം മാത്രം എനിക്കറിയാം, അദ്ദേഹം സ്ത്രീകളുടെ മാനം രക്ഷിക്കാനായി അവതരിച്ച ദൈവമാണ്. നിങ്ങൾ വിചാരിക്കും ഉപ്പി സാർ കഷ്ടപ്പെട്ട് ഹെലികോപ്റ്റർ പിടിച്ച് ഇവിടെ വന്ന് അവിടുത്തെ പുല്ലി എത്താനാണെന്ന്. അല്ല, അദ്ദേഹം ആ പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് വന്നത്. അതായത് ബ്രഹ്മ എന്ന് പറഞ്ഞ പടത്തിൽ ഉപ്പി സാർ പറഞ്ഞില്ലേ, അതായത് ദൈവം എന്നാൽ കണക്ഷൻ ഇല്ല, ചാനൽ മാറ്റുന്ന റിമോട്ടാണെന്ന്. ആ റിമോട്ടാണ് പുള്ളിയുടെ കയ്യിലിരിക്കുന്നത്. അല്ല, ഞാൻ കുറച്ച് ട്രാൻസിലായി പോയി. ഈ മാലപ്പടക്കം എല്ലാം കൂടെ എടുത്ത് അണ്ണാക്കിലിട്ട് പൊട്ടിച്ചിട്ടെ. ഞാൻ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? റിയൽ സ്റ്റാർ എങ്ങനെ ഇവിടെ എത്തിയെന്നുള്ളത് അതൊരു നിർണായക ചോദ്യമാണ്. അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം ആ പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് വന്നത്. അതായത് അദ്ദേഹം ബാംഗ്ലൂർ ഓഫീസിൽ ഇരുന്നപ്പോഴാണ് ഈ കരച്ചിൽ കേട്ടത്. കരച്ചിൽ പിടിച്ച് ഇവിടം വരെ എത്തി. ഇനി ഇവിടുന്നും ആ പെൺകുട്ടിയുടെ കരച്ചിൽ തന്നെ റിയൽ സ്റ്റാറിനെ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് എത്തിക്കും. അങ്ങനെ പെൺകുട്ടിയുടെ കരച്ചിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് റിയൽ സ്റ്റാർ പെൺകുട്ടിയുടെ അടുത്തെത്തി. അങ്ങേര് കയ്യിലുണ്ടായിരുന്ന ബൈനോക്കുലർ അറിഞ്ഞ് മെയിൻ വില്ലനെ വീഴ്ത്തുന്നു. ആ ബൈനോക്കുലറൊക്കെ വലിച്ചെറിയുമ്പോൾ ഏതാണ്ട് തകരപാത്രത്തിൽ കല്ല് വലിച്ചെറിയുന്ന പോലത്തെ ശബ്ദമാണ് വരുന്നത്. യമ ഇങ്ങനെ വൈപോലെ പോകുന്ന കണ്ട് സഹകുണ്ടകൾ അന്തിച്ച് നോക്കുമ്പോൾ അതാ നമ്മുടെ റിയൽ സ്റ്റാർ വാമ്പയർ ഡയറീസിലെ പോലെ 10 കോട്ട് പൊട്ടിയിട്ടുകൊണ്ട് സിഗരറ്റ് വലിച്ചുകൊണ്ട് വരുന്നു. ഇനി അങ്ങോട്ട് ഫൈറ്റ് ആയിരിക്കും എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ചന്ദ്രു സാറിൻ്റെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് വെറൈറ്റി ഫൈറ്റ് ആയിരിക്കും. സാധാരണ സാർ അത് വിഷ്വലിലാണ് ചെയ്യാറ്. പക്ഷേ ഇത്തവണ സൗണ്ട് സ്കേപ്പിലും ഗ്രാഹ്യമായ പണൽ നടത്തിയിട്ടുണ്ട്. അതായത് ഫൈറ്റ് തുടങ്ങാനായിട്ട് എല്ലാവരും കൂടെ റിയൽ സ്റ്റാറിനെ വട്ടം ഇടുമ്പോൾ ഒരുമാതിരി പാളയ മാർക്കറ്റിൽ മീൻ കച്ചവടത്തിൻ്റെ ലൈവ് സൗണ്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അറിയാലോ, ചന്ദ്രു സാറും റിയൽ സ്റ്റാറും ചേർന്ന് കഴിഞ്ഞാൽ ഫൈറ്റ് ഒക്കെ വൻ വൈബായിരിക്കും. അങ്ങനെ ഫൈറ്റ് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ റിയൽ സ്റ്റാറിന്റെ അടുത്ത പഞ്ച്, പഠിക്കാൻ വന്ന ബംഗാളികളാണെങ്കിൽ പഠിച്ചിട്ട് പൊക്കോണം, അല്ലാതെ ഞങ്ങളുടെ മണ്ണിനെയോ മാനത്തിനെയോ പൊന്നിനെയോ പെണ്ണിനെയോ സ്വന്തമാക്കാൻ നോക്കിയാൽ. എന്നിട്ട് ഇതും പറഞ്ഞ് പറ വെടി. ഈ ഹെലികോപ്റ്ററും കൂടെ 5 പേരും കയ്യിൽ തോക്കുമൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഡോൺ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇങ്ങനെ വെറും ടാക്സിക്കാരനാണ്. നീ എന്നെ சொல்றே? ആമാ, ഇങ്ങനെ ആ ഹെലികോപ്റ്റർ തോട്ടത്തിൽ മരുന്നടിക്കാനും ഉദ്ഘാടനത്തിന് നടിമാരെ കൊണ്ടുപോകാനും ഒക്കെ വാടക കാശിന് വിറ്റ് കൊടുത്തിട്ട് അതിൽ നിന്ന് കമ്മീഷൻ അടിച്ച് പുട്ടടിച്ച് ജീവിക്കുന്ന ഒരു പാവം പണക്കാരനാണ്. അപ്പൊ കാട്ടിലെ വെടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന നമ്മുടെ റിയൽ സ്റ്റാറിനെ അവളുടെ മാനം കാത്ത ആ ധീരനായ കർണാടക പുത്രനെ ചേച്ചി പുറകിൽ നിന്ന് വിളിച്ച് നന്ദി പറയും. അപ്പോൾ ചേച്ചി പറയുന്നതെന്ന് വെച്ചാൽ ചേച്ചിയുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെയാണ് വന്നത്. പക്ഷേ ഇത്രയും ബംഗാളികളെ ഒരുമിച്ച് കണ്ടപ്പോൾ എന്നാൽ പിന്നെ നീ അവരെ പറഞ്ഞ് മനസ്സിലാക്കി, ഞാൻ പോലീസുമായി വരാമെന്നും പറഞ്ഞ് അവൻ മുങ്ങി. ചേച്ചി കാര്യമൊക്കെ ശരി ആണ്, റിയൽ സ്റ്റാർ കിട്ട പേച്ച കൊടുക്കാതെ തുടങ്ങിയ പിന്നെ അങ്ങേര് നിർത്തൂല. അതായത് നമ്മുടെ ചേച്ചി പറയുന്നതെന്ന് വെച്ചാൽ അവളുടെ ബോയ് ഫ്രണ്ട് അവളെ ചതിച്ചു എന്നാണ്.
ആ ചതി എന്നുള്ള ഒറ്റ വാക്കിൽ സ്റ്റാർ കയറി അങ്ങ് പിടിച്ചു. നീ മാത്രമല്ല, ഇന്ത്യക്കാർ ചതിക്കപ്പെടുന്നതിൽ നമ്പർ 1 ആണ്. ജനങ്ങളെ രാഷ്ട്രീയക്കാർ ചതിക്കുന്നു, തെറ്റായ കരിയർ യുവാക്കളെ ചതിക്കുന്നു, പിന്നെ നിങ്ങൾ പെണ്ണുങ്ങൾ ലവ് 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 എന്ന് പറഞ്ഞ് ചതിക്കപ്പെടുന്നു. ആ മതിയാണോ, മതി. കൊച്ചിനെല്ലാം മനസ്സിലായി. ഓ ചേച്ചി പെട്ടു. ഇനിയിപ്പോ എന്ത് ചെയ്യും? പട്ടി ഉറങ്ങണം. എപ്പോ ഉറങ്ങും? ശിവരാത്രി എപ്പോഴാ? ഇപ്പൊ 2 ആഴ്ചക്ക് മുമ്പായിട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇനി 1 കൊല്ലം എടുക്കും. അപ്പൊ ചേച്ചിയോട് അണ്ണൻ പറയും, നീ ഇത്രയും കാലം ലവിന് വേണ്ടി ഓടിയില്ലേ, ഇനി ലൈഫിന് വേണ്ടി ഓടാൻ. ഇത് കേൾക്കാൻ നിന്ന പോലെ ആ ദിക്കും ബുക്കും ഇല്ലാത്ത മലയുടെ മുകളിൽ നിന്ന് ചേച്ചി ഒരു ഒറ്റ ഓട്ടം കണ്ടിട്ട് ലൈഫിന് വേണ്ടി ഓടിയ പോലെ ഇല്ല, ലൈഫും കൊണ്ട് ഓടിയ പോലെ ഉണ്ട്. അപ്പൊ ഈ പെണ്ണ് ഓടുന്ന കണ്ടിട്ട് നമ്മുടെ റിയൽ സ്റ്റാർ വളരെ സന്തോഷത്തോടെ പറയും, ഐ ഡാഷ് ഇറ്റ് എന്ന്. അപ്പൊ കൂടെ നിൽക്കുന്നവൻ ചോദിക്കും, അതെന്താണ് സാർ ഈ ഡാഷ് ഇറ്റ് എന്ന്? അപ്പൊ നമ്മുടെ റിയൽ സ്റ്റാർ പറയാ, ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ്, അവരവർക്ക് ഇഷ്ടമുള്ളത് അവിടെ ഫില്ലപ്പ് ചെയ്തോളുന്നു. റിയൽ സ്റ്റാർ ഫക്ക് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ രക്ഷിക്കൽ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലിരിക്കുമ്പോൾ നമ്മുടെ റിയൽ സ്റ്റാറിന് ഒരു കോൾ വരും. അങ്ങേറെ ഫ്രണ്ടാണ് വിളിച്ചത്. അയാൾ ഒരു സർപ്രൈസ് പാർട്ടി വൈകിട്ട് 7 മണിക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ റിയൽ സ്റ്റാർ പറയും, കൃത്യം 7 മണിക്ക് തന്നെ ഞാൻ അവിടെ എത്തുന്നു. അപ്പോൾ ഹെലികോപ്റ്ററിൽ വന്ന് അഡ്വൈസ് ചെയ്യുന്ന അണ്ണൻ്റെ ഫ്രണ്ട് 7 സ്റ്റാർ ഹോട്ടലിൽ നടത്തുന്ന പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഗ്രാൻഡ് പാർട്ടി ആയിരിക്കുമല്ലോ. ഒരാളില്ലാത്ത ഹോളിൽ 5 പേര്, റിയൽ സ്റ്റാറിനെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 6 പേര്. ഇവരെല്ലാവരും കൂടെ കൂടിയിരുന്ന് നടത്തുന്ന ഈ അയൽക്കൂട്ടം സന്ദീപിൻ്റെ പേരാണ് പാർട്ടി. ഇത്രയും കാശ് നമുക്ക് ഗ്രാൻഡ് ആയിട്ട് ഒരു പാർട്ടി നടത്തുമ്പോൾ അതിന് അത്രയും തന്നെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു കാരണവും കൂടെ കാണുമല്ലോ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാമൻ്റെ ഡിവോഴ്സായി. അങ്ങേര് ഭാര്യയെ കളഞ്ഞിട്ട് പഴയ ഗേൾഫ്രണ്ടിൻ്റെ കൂടെ ലിവിങ് ടുഗെദറിന് പോവുകയാണെന്ന്. ഇത് കേട്ടതും അങ്ങേരുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഞെട്ടും. ഇവയെല്ലാം ഒരു ഫ്രണ്ട്, ഇതെല്ലാം ഒരു റീസൺ, അതുക്ക് പാർട്ടിന് പേര് വേറെ. അപ്പോൾ നമ്മുടെ അങ്കിൾ പറയുന്നതെന്ന് വെച്ചാൽ, പ്രേമത്തിൽ തോറ്റിട്ട് ജീവിച്ചിട്ട് എന്ത് കാര്യം എന്നാണ്. ഉടനെ അവിടെ ഇരുന്ന് ഒരുത്തം പറയും, ഒരുമാതിരി വൃത്തികേടാണ് ഈ പറയുന്നത്, സന്തോഷിനെ കണ്ടില്ലേ, ലവ് തോറ്റിട്ട് ജീവിതത്തിൽ ജയിച്ചില്ലേ. സന്തോഷ്, നീ അവളില്ലാതെ ലൈഫിൽ ഹാപ്പിയാണോ? പാവം, അങ്ങേരെ എന്തിനാടാ ഇതിലോട്ടൊക്കെ വലിച്ചഴിക്കുന്നത്? അണ്ണൻ ആകെ ഇമോഷണൽ ആയിട്ട് കണ്ണാടിയും വെച്ചിട്ട് എഴുന്നേറ്റ് പോകും. നിങ്ങൾ പാർട്ടി കണ്ടിന്യൂ ചെയ്യും. ഡേയ് മുതല്ലാതെ പാർട്ടിന്ന് சொல்றது നിപ്പാട്ട്. എന്തായാലും അണ്ണൻ ആകെ സാഡ് ആയിട്ട് ഇറങ്ങിപ്പോകും. അല്ലണ്ണ, രാവിലെ പെണ്ണും വേണ്ട പുല്ലും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചിട്ട് രാത്രി വന്നിരുന്ന് മൂങ്ങുന്നു. അണ്ണ, രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ട. അതായത് അങ്ങനെ സങ്കടപ്പെട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന നമ്മുടെ റിയൽ സ്റ്റാറിന് വീട്ടിൽ വെറുതെ ഒരു ഭാര്യ. അവരാണെങ്കിൽ നല്ല ഒന്നാം തരം കുലസ്ത്രീയാണ്. ഏത് ലെവൽ കുലസ്ത്രീയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ടി കഴിഞ്ഞ് തിരിച്ചു വരുന്ന നമ്മുടെ റിയൽ സ്റ്റാറിൻ്റെ കാറിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉറയും കിടക്കുന്ന അവർ എഴുന്നേറ്റ് മൂഞ്ചി തുടച്ച് സാരി കൊണ്ട് പൊതിഞ്ഞ് ഡോർ തുറക്കാനായിട്ട് ഓടും. ഇതിൻ്റെ ശരിക്കും ലെവൽ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ചേച്ചിയുടെ ഒരു ദിവസം ദിനചര്യ പറയും. അത് കേട്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി കൊണ്ട കെട്ടി പൂക്കള വിട്ട് ആരതി നടത്തി സാമ്പ്രാണി കത്തിച്ച് ഫോട്ടോ നോക്കി തൊഴുത് നിൽക്കും. എന്നിട്ട് അടുപ്പ് കത്തിച്ച് ദോശ വരുത്തി കാപ്പി ഉണ്ടാക്കിയത് സോസറിൽ വെച്ച് പത്രങ്ങൾ ടേബിളിൽ അടുക്കി വെക്കും. അതും ആൽഫബറ്റിക്കൽ ഓർഡറിൽ. തീർന്നില്ല. എന്നിട്ട് ഷർട്ട് തേച്ച് മുടി ഉണക്കി അങ്ങേറെ ഷൂസ് തേച്ച് അത് കാലി കൊണ്ട് വെച്ച് കൊടുത്ത് കൊച്ചിന്റെ കൈ തുടച്ചെടുക്കും. തീർന്നില്ല. ഇതിനൊക്കെ മുമ്പ് ഒരു 4-4:30 മണിക്ക് വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റിട്ട് റിയൽ സ്റ്റാറിന് വേണ്ടി ഇഡലി, പൂരി, ഉപ്പുമാവ്, ലെമൺ റൈസ്, ദോശ, വടാ, പുലാവ്, അങ്ങനെ 10 ഐറ്റംസ് ഉണ്ടാക്കും. പക്ഷേ അങ്ങേർക്ക് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഇത്രയും സാധനം ഇരിക്കുമ്പോൾ അങ്ങേര് ചോദിക്കും, കോൺഫ്ലേക്സ് ഇല്ലേ എന്ന്. പക്ഷേ ചേച്ചി കുലസ്ത്രീ ആയതുകൊണ്ട് കോൺഫ്ലേക്സ് എടുക്കാനായിട്ട് ഓടും. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ റിയൽ സ്റ്റാർ പറയും, അങ്ങേർക്ക് കോൺഫ്ലേക്സ് ഒന്നും വേണ്ട, അങ്ങേർക്ക് കട്ട് ഫ്രൂട്ട്സ് കൊടുത്താൽ മതി. പക്ഷേ ചേച്ചി കുലസ്ത്രീ ആയതുകൊണ്ട് അതും കരുതിയിരുന്നു. വെച്ചിരുന്ന പ്ലേറ്റ് എടുത്ത് മാറ്റി കട്ട് ഫ്രൂട്ട്സ് കൊണ്ട് കൊടുക്കും. എന്നിട്ട് സ്റ്റാർ കഴിക്കുന്ന ഇങ്ങനെ ആരാധനയോടെ നോക്കി നിൽക്കും. ഗൊമ്മല, ഇതാണ്ടാ കുലസ്ത്രീ. അപ്പോൾ ഇവിടെ നമ്മുടെ റിയൽ സ്റ്റാർ നേരെ പോകുന്ന ഒരു അന്താരാഷ്ട്ര മീറ്റിങ്ങിനാണ്. അങ്ങേറെ മറ്റേ മരുന്നടിക്കാൻ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററില്ലേ, അത് ഇന്ത്യയിലെ ആദ്യത്തെ ഹെലി ടാക്സി ആയതുകൊണ്ട് ഇന്ത്യയും മറ്റൊരു രാജ്യവുമായിട്ട് അതിനൊരു കരാറിട്ടു. ഏതാണ് രാജ്യം? would like to proudly present the Helitaxi pioneer collaboration between Russia and India. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, 2 രാജ്യങ്ങൾ തമ്മിലുള്ള എയർവേ കരാറാണ്. അതൊരുമാതിരി മറ്റേ ഗ്രാൻഡ് പാർട്ടി പോലെ 4 ഫ്ലെക്സും അടിച്ച് കുറെ ലൈറ്റും കത്തിച്ച് റിയൽ സ്റ്റാർ മാത്രം ഇരുന്ന് കേൾക്കുന്നു. വേറൊരു കാര്യം കേൾക്കണം, ആ മൊട്ടത്തലേൻ അവിടെ നിന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ രാവിലെ റിയൽ സ്റ്റാർ കറക്റ്റ് ചെയ്ത് കൊടുത്ത എസ് ആണ്. Did you finalize the Helitaxi agreement with the Russian company? Yes, sir. It's ready. Mail me one copy. I'll go through it. താനെന്താ കേൾക്കണേ? സ്പീച്ച്. ആ സ്പീച്ച് ആരാ എഴുതിയേ? ഞാൻ തന്നെ. അപ്പൊ തന്റെ തന്നെ സ്പീച്ചാണോ ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്നത്? ഇത്രയും എഴുതി കൊടുത്തിട്ട് ആ മൊട്ടത്തലയും ടെംപ്ലേറ്റ് പവർ പോയിന്റ് വെച്ചാണ് പ്രസന്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദ എക്സാമ്പിൾ ടെക്സ്റ്റ് ഷുഡ് ഗോ ഹിയർ വിത്ത് ഡീറ്റെയിൽഡ് സമ്മറി എന്നൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. വേറൊരു സംഭവം കൂടെ ഉണ്ട്. നമ്മുടെ ഈ മൊട്ടയുടെ പുറകിലുള്ള ഈ ഫ്ലെക്സ് കണ്ടോ, അവിടെ ഒന്നുമില്ല, ഇപ്പോഴും ഒന്നുമില്ല, ഇനി മാജിക്. ഞാനിങ്ങനെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. അതായത് ഇതേ സ്ഥലത്ത് തന്നെ ഈ സിനിമയുടെ റൂട്ട് മാറ്റി വിടുന്ന ഒരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട്. അതായത് അങ്ങനെ എഴുതി കൊടുത്ത എസ്സേയിൽ വല്ല തെറ്റുണ്ടോ എന്ന് കേട്ടോണ്ടിരിക്കുന്ന റിയൽ സ്റ്റാറിന് ഒരു മെസ്സേജ് വരും. പിന്നെ ഉപ്പൂറ്റിയുടെ പടമൊക്കെ ഡീപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ അണ്ണൻ റിപ്ലൈ ഒന്നും തരൂല.
അല്ല അണ്ണൻ പിന്നെ ഇരുന്ന് മെസ്സേജ് വായിക്കുന്നു, മൂക്കിൻ്റെ അറ്റത്ത് ഹാലജൻ ലൈറ്റും വെച്ച് സംസാരിക്കുന്നുണ്ട്. ചിലപ്പോൾ മൊട്ടയ്ക്ക് അണ്ണനെ കാണില്ലായിരിക്കും, അതുകൊണ്ട് പ്രശ്നമില്ല. അല്ലെങ്കിൽ ചുമ്മാ മീറ്റിങ്ങിന് വന്നിട്ട് മെസ്സേജ് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആർക്കായാലും വിഷമാവില്ലേ? പക്ഷേ ഈ മെസ്സേജ് അയച്ചത് ആരാണെന്ന് അറിയില്ലെങ്കിലും അണ്ണനെ ആ മെസ്സേജ് വല്ലാണ്ട് അഫക്റ്റ് ചെയ്തു. അണ്ണൻ പാതിരാത്രിക്ക് വീട്ടിൽ പോയിരുന്ന് പുഷപ്പ് ചെയ്യുമ്പോഴും അണ്ണൻ അത് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ അണ്ണൻ ഒരു മെസ്സേജ് വരും, അതും ഫോട്ടോ മെസ്സേജ്. അണ്ണൻ ആ ഫോട്ടോ കണ്ടതൊന്ന് ജർക്കാവും. ആ ഫോട്ടോ കണ്ടിട്ട് ഇത് ആരാണെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് Josuri. Alitog. ഇവരെന്തൊരു ധർമ്മപത്നിയാണ്. എന്തായാലും കൃത്യം 8 മണിക്കൂറിന് ശേഷം പ്രമേഹം കുറയാൻ സൈക്കിൾ ചവിട്ടാൻ പോയപ്പോൾ അണ്ണൻ ഒരു ഓഡിയോ മെസ്സേജ് വരും. അത് കേട്ടതും അണ്ണൻ്റെ ഹൃദയത്തിൽ പൂക്കൾ വിരിയും. അത് റിയൽ സ്റ്റാറിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ധാർമ്മികയായിരുന്നു. അപ്പോൾ അവൾ വിളിച്ചിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പാതിരാത്രിക്ക് കൃത്യം 10:30 വിളിക്കും, കോൾ എടുക്കണമെന്ന്. അങ്ങനെ ആ കോളും പ്രതീക്ഷിച്ച് വീടിൻ്റെ നടുമുറ്റത്ത് സ്പോട്ട് ലൈറ്റും കത്തിച്ചിട്ട് ഇങ്ങനെ പ്രണയാതുരനായി അങ്ങേരെന്തോ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ്, ചേട്ടാ ഇത് വലിയ തൊല്ലയായാലും ഇവരെ കൊണ്ട്. തലവേദനയാണോ? ആണെന്നുള്ള തലവേദനയാണ്. നിങ്ങളാണോ തലവേദന? കേറി. എന്തായാലും ചേച്ചി വീണ്ടും അടുത്ത ദിവസം രാവിലെ 10:30 വിളിക്കാമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും. അങ്ങനെ റിയൽ സ്റ്റാർ 10 മിനിറ്റ് മുന്നേ 10:30 ആവാത്തന്നെ ക്ലോക്കിനെ ചീത്ത വിളിച്ചുകൊണ്ട് ഇങ്ങനെ ആ കോളിനായി കാത്തിരിക്കും. അപ്പോൾ ആ കോള് വരും. തലേനു ഹേಗಿದೆ? തള്ള നിങ്ങൾക്ക് എന്തോന്ന്? ലഞ്ച് ബോക്സിൽ ഞാൻ വെള്ളരിക്ക വെച്ചിട്ടുണ്ട്, കഴിക്കണേ. വെണ്ടയ്ക്ക ഒന്ന് വെച്ചിട്ട് പോണം പത്നി. ഒടുവിൽ ആ കോളെത്തി. അനുരാഗത്തിൻ്റെ നിമിഷങ്ങൾ. അപ്പോൾ ചേച്ചി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി ഒരു 10 ദിവസത്തിനുള്ളിൽ ബാംഗ്ലൂർ വരും, അപ്പം കാണാമെന്നാണ്. ചേച്ചി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന് അണ്ണനെ ഒരു നൻപൻ ഉപദേശിക്കും. അതായത് ചേച്ചി വർഷങ്ങൾക്ക് ശേഷം വരികയാണല്ലോ, അപ്പോൾ പഴയതുപോലെ അങ്ങ് കൂടാൻ അല്ലേ? എന്നാ ഞാൻ പറയുന്നു, നമ്മൾ കൂടുകയല്ല വേണ്ടത്, കൂടുകയല്ലാണ്ട് പിന്നെ കുറയാനാ. എക്സാക്ട്ലി കുറയണം. ഈ 10 ദിവസം കൊണ്ട് നമ്മൾ 10 വയസ്സ് കുറയണം. ഇത് തമാശക്കായിട്ടാണ് ആ പടത്തിൽ പറയുന്നതെങ്കിലും ഉപ്പി സാറിനെ ചേച്ചി തുപ്പി തെറപ്പിക്കാതിരിക്കാൻ 10 വയസ്സ് കുറയ്ക്കാനായിട്ട് ഉപ്പി സാറ് പോകും. അതിനായിട്ട് അദ്ദേഹം പോകുന്നത് അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും പോയിട്ടില്ലാത്തൊരു സ്ഥലത്തേക്കാണ്, ബാർബർ ഷോപ്പിലേക്ക്. ഉപ്പി സാർ അവിടെ ചെന്നിട്ട് പറയും ഒരു 10 വയസ്സ് കുറയ്ക്കണമെന്ന്. അത്ഭുതം എന്ന് പറയട്ടെ, ഉപ്പി സാർ 10 വയസ്സ് കുറഞ്ഞു വന്നപ്പോൾ നമ്മുടെ ഹാപ്പി ഹസ്ബൻഡ്സിലെ സലീമേട്ടനെ പോലെ ആയി. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത അതൊന്നുമല്ല. ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ആ ഷർട്ടും പാൻസും കണ്ണാടിയും പിന്നെ ആമവാദം പിടിച്ച പോലത്തെ നടക്കും. ഇതിലേതാണ് ഇങ്ങനെ ബാർബർ ഷോപ്പിൽ നിന്ന് കിട്ടിയത്? എന്താണെങ്കിലും റിയൽ സ്റ്റാർ 10 വയസ്സ് കുറഞ്ഞ് വീട്ടിലോട്ട് കയറി വരുമ്പോൾ എല്ലാവരും ഒരുമാതിരി നക്ഷത്രമാമയെ കണ്ട പോലെ ഞെട്ടും. ഇതെല്ലാം ഞാൻ സഹിക്കും. പക്ഷെ അണ്ണൻ കയറി പോകാൻ നേരത്തെ ആ കുലസ്ത്രീ ഒരു ഡയലോഗ് അടിക്കും. നോക്കൂ, അങ്ങയുടെ വാല് കാണാൻ നല്ല രസമുണ്ട്. റിയൽ സ്റ്റാർ അവിടെ നിന്ന് നേരെ ഇറങ്ങി തേച്ചിട്ട് പോയ കാമുകിക്ക് വേണ്ടി 4.5 കോടി രൂപയുടെ ഒരു മോതിരം മേടിക്കും. എന്നിട്ട് അതും കഴിഞ്ഞ് വീണ്ടും അങ്ങേര് ചേച്ചിയായിട്ട് സൊള്ളാൻ പോകും. മര്യാദയ്ക്ക് ഒന്ന് സൊള്ളാൻ പോലും സമ്മതിക്കില്ല. അവിടെ അങ്ങാനും വെച്ചിട്ട് പോതള്ളേ. അപ്പോൾ ചേച്ചി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചേച്ചി നാളെ ബാംഗ്ലൂർ വരുന്നുണ്ട്, അപ്പം കാണാം. അപ്പോൾ അതിനായിട്ട് ഒരു റൂം ബുക്ക് ചെയ്ത് വെച്ചോളാം, പ്രൈവസി കിട്ടുമല്ലോ. അങ്ങനെ അണ്ണൻ അതിനൊക്കെ ഓക്കെ പറഞ്ഞിട്ട് മീറ്റിങ്ങിന് റെഡിയാവും. ഇവരിത് എന്തോന്ന് ആത്മാർത്ഥതയാണിത്. ഉപ്പി സാർ എന്തായാലും ആ ഷർട്ട് വിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് മഴയത്ത് കാറിൽ പുറപ്പെടും. പക്ഷെ പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് അദ്ദേഹം വണ്ടി നിർത്തും. എന്തായാലും റിയൽ സ്റ്റാർ റൂമിൽ ചെന്ന് സലീമേട്ടൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നു. വീണ്ടും അനുരാഗത്തിൻ്റെ നിമിഷങ്ങൾ. അണ്ണ 96 വിജയ് സേതുപതിയെ പോലെ ചെയ്യും. കമോൺ അണ്ണ, കമോൺ. പക്ഷെ ചേച്ചി അവിടെ ടേബിളിൽ വെച്ചിരുന്ന മാഗസീനിൽ എന്തോ കണ്ട് ഞെട്ടി. എന്താണ് ആ മാഗസീനിൽ? എന്തൊരു കോയിൻസിഡൻസ് ആണല്ലേ. കറക്റ്റ് അവർ ബുക്ക് ചെയ്ത ഒരു റൂമിൽ തന്നെ റിയൽ സ്റ്റാറിന്റെ പടമുള്ള ഒരു മാഗസീൻ. ടേബിൾ മുഴുവൻ റിയൽ സ്റ്റാർ. അയ്യേ, ഉളുപ്പുണ്ട് റിയൽ സ്റ്റാറെ. അപ്പോൾ നമ്മളിനി എന്തായാലും റിയൽ സ്റ്റാറിനെയും ചേച്ചിയുടെയും ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. അതായത് ഇപ്പം 40 വയസ്സുള്ള റിയൽ സ്റ്റാർ 10 വയസ്സ് കുറച്ച് 30 വയസ്സായല്ലോ. ഇനിയും ഒരു 10 കൊല്ലം മുമ്പ് നടന്ന അവരുടെ കോളേജ് കാലഘട്ടത്തിലെ പ്രണയ അനശ്വര നിമിഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. പ്രസന്റിങ് യു 20 വയസ്സുള്ള DAG ചെയ്യാത്ത റിയൽ സ്റ്റാർ. അപ്പോൾ നമ്മുടെ റിയൽ സ്റ്റാറിന് ശരിക്കും കോളേജിൽ എന്തായിരുന്നു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമാപ്പണിയായിരുന്നു. അതായത് പ്രേമിക്കാൻ താല്പര്യമുള്ള ആൾ അണ്ണൻ്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞാൽ അണ്ണൻ 2 പേരെയും വിളിച്ച് സംസാരിക്കും. എന്നിട്ട് ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ മറ്റേ ആൾക്ക് സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ചിലവാക്കി സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ട് കോണ്ടം വരെ ഫ്രീ ആയിട്ട് കയറി കൊടുക്കും. ഇനി അതല്ല, 2 പേർക്കും പ്രേമിക്കാനാണ് താല്പര്യമെങ്കിൽ അവർക്ക് കോളേജിൻ്റെ കണ്ടത്തിൽ പുല്ലിൻ്റെ ഇടയിൽ പരിപാടി ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ അണ്ണൻ തന്നെയാണ്. അങ്ങനെ ചേരാൻ ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ ചേർത്ത് വെക്കുന്ന നമ്മുടെ റിയൽ സ്റ്റാറിൻ്റെ ജീവിതത്തിലേക്ക് ശുദ്ധ പ്രണയത്തിനെ പറ്റി PhD ചെയ്യുന്ന നമ്മുടെ ചേച്ചി കടന്നു വരുന്നു. അപ്പോൾ നമ്മുടെ ചേച്ചി എന്താ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണനേക്കാൾ വലിയ ലൂസാണ്. കണ്ട ഗുണ്ടകളുടെയും പിക് പോക്കറ്റ് അടിക്കുന്നവന്മാരൊക്കെ അടുത്ത് എന്നിട്ട് ശുദ്ധ പ്രണയത്തിനെ പറ്റി പറയാമോ, എനിക്ക്
തീസസ് എഴുതാനാണെന്ന് പറയും. ആ ഗുണ്ട ഒരു ഡാൻസ് കളിച്ചിട്ട് ലവിനെ പറ്റി നേരത്തെ നമ്മുടെ റിയൽ സ്റ്റാർ തീസസ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ശുദ്ധ പ്രണയത്തിനെ പറ്റി അറിയാനായിട്ട് ചേച്ചി റിയൽ സ്റ്റാറിൻ്റെ അടുത്ത് വരും. പക്ഷേ ചേച്ചിയുടെ ലവ് അല്ല, റിയൽ സ്റ്റാറിൻ്റെ ലവ്. ചേച്ചി അണ്ണനോട് ചോദിക്കും പ്രണയം എന്നാൽ എന്താണെന്ന്. അണ്ണൻ ഉടനെ ചേച്ചിയെ കയറിയങ്ങ് പിടിക്കും. അപ്പോൾ ചേച്ചി പറയും സാർ ഇതല്ല സാർ, ലവ് എന്നാൽ എന്താണെന്ന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നു. അണ്ണനാകെ ഒരു രീതിയല്ലേ അറിയൂ. അണ്ണൻ പറയും നേരെ റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ചേച്ചിക്ക് അതും പോരാ. അപ്പോൾ അണ്ണൻ പറയും ഒരു 15 ദിവസം അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും പിസ്തയും കഴിച്ചാൽ ലവ് എന്താണെന്ന് മനസ്സിലാവുന്നു. അണ്ണൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് സിനിമ തീരുന്നവരെ ആർക്കും മനസ്സിലായിട്ടില്ല. പിന്നെ ഒരു കാര്യം കൊണ്ടുണ്ട്. അതായത് ഈ സിനിമ ഇത്രയും വലിയ ബഡ്ജറ്റിൽ എടുക്കുന്നുണ്ട്, ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉള്ളതുകൊണ്ട് ഭയങ്കര പ്രൊഡക്ഷൻ വാല്യൂ ഒക്കെ ആയതുകൊണ്ട് പ്രൊഡ്യൂസറായ നമ്മുടെ ചന്ദ്രു സാറിന് കുറച്ച് ബ്രാൻഡുകളുടെ പാർട്ട്ണർഷിപ്പ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. സാധാരണ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ചുമ്മാ ഈ ബ്രാൻഡൊക്കെ ഇങ്ങനെ തള്ളി നിൽക്കും. ഇപ്പോൾ നമ്മുടെ നേരെ അറിയാൻ CBIക്കകത്ത് മമ്മൂട്ടി മറ്റേ ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ ടൈഗർ ജി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എടുത്ത് അതൊരുമാതിരി വൃത്തികേടല്ലേ. അപ്പോൾ കറക്റ്റ് ആ പ്ലേസ്മെൻറ്റ് വരണം. അങ്ങനെ പ്ലേസ്മെൻറ്റ് വരുന്ന രീതിയിൽ ചന്ദ്രു സാറ് 2 ബ്രാൻഡുകൾ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, നായികയ്ക്ക് പെട്ടെന്ന് മുഖക്കുരു വരുന്നു, എന്ത് ചെയ്യും? ಏನೇ ಹಚ್ಕೋತಾ ಇದೆಯಾ? ಈ ಆಕ್ನಿ ಸ್ಟಾರ್ ಇದೆಯಲ್ಲ, ಇದು ಆಕ್ನಿ ಸ್ಪೆಷಲಿಸ್ಟ್. 2, അണ്ണന് ഫ്രണ്ട് കൊടുക്കുന്ന സമ്മാനം കോണ്ടം. അതും വെറും കോണ്ടം ഒന്നുമല്ല, മാൻ ഫോഴ്സ് കോണ്ടം. ഏത് മാൻ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഇത് പോരാഞ്ഞിട്ട് റിയൽ സ്റ്റാർ വർഷങ്ങളായിട്ട് കയറി കൊടുക്കുന്നത് ഈ മാൻ ഫോഴ്സ് കോണ്ടം തന്നെയാണ്. ഇനി ഇതും പോരെങ്കിൽ വഴി കൂടെ ചുമ്മാ പോകുന്ന ഏതോ ഒരുത്തൻ മെഡിക്കൽ ഷോപ്പിൽ കയറി ചെന്നിട്ട് മനുഷ്യനെ സിംഹമാക്കുന്ന മാൻ ഫോഴ്സ് തരാൻ പറയും. ഇവ മേടിക്കുന്ന കണ്ടിട്ട് വേറൊരുത്തനും മേടിച്ചുകൊണ്ട് പോകും. കാശില്ലെങ്കിൽ എന്തൊക്കെ തൊട്ടിത്തരങ്ങൾ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ നമ്മുടെ ചേച്ചി ചെയ്യുന്ന തീസസിനായിട്ട് റിയൽ സ്റ്റാറിന് ഉപദേശം തേടി കുറേ സ്ഥലത്ത് ചേച്ചി ചെല്ലും. പക്ഷേ അവിടെയൊക്കെ ചേച്ചിയെ റിയൽ സ്റ്റാർ അപമാനിച്ച് വിടും. അവസാനം ചേച്ചി പറയും ചേച്ചി റിയൽ സ്റ്റാറിന് എന്തും ചെയ്തു തരാം, ലൈക്ക് ചേച്ചിയെ റിയൽ സ്റ്റാർ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ റിയൽ സ്റ്റാർ ചേച്ചിയെ കൂടെ കൂട്ടിയാൽ മാത്രം മതി. റിയൽ സ്റ്റാറിന് അതൊരു പ്രശ്നമല്ലല്ലോ. അങ്ങനെ അവരെ പരിപാടി തുടങ്ങും. ചേച്ചി അണ്ണന് പെടുക്കാൻ നേരത്ത് കുട പിടിച്ച് കൊടുത്താൽ അണ്ണൻ ചേച്ചിക്ക് കുറ്റിക്കാട്ടി കൊണ്ടുപോയി ക്ലാസ് എടുത്ത് കൊടുക്കും. അങ്ങനെ ചെയ്യുന്ന സകല എംബോക്കിത്തരങ്ങൾക്കും ചേച്ചിയെ കൂടെ കൂട്ടി അണ്ണൻ അവസാനം പ്രേമത്തെ വീഴും. അങ്ങനെ അണ്ണൻ അവസാനം പൂവൊക്കെ കൊണ്ട് ചേച്ചിയെ പ്രപ്പോസ് ചെയ്യാൻ പോകുമ്പോഴാണ് ചേച്ചി നാട് വിട്ട് പോയി എന്ന് അറിഞ്ഞത്. അങ്ങനെ പ്രേമവസ്ഥയ്ക്ക് പിടിച്ച് അണ്ണൻ കാടും കടന്ന് മലയും കടന്ന് മഴയും നനഞ്ഞെന്ന് പ്രപ്പോസ് ചെയ്യും. അപ്പോഴാണ് അണ്ണൻ ആ സത്യം മനസ്സിലാക്കുന്നത്. അതായത് ചേച്ചി അണ്ണനെ അവളുടെ തീസസിന് വേണ്ടി ഒരു ലാബിലിയെ പോലെ ഉപയോഗിക്കുകയായിരുന്നു എന്ന്. ചേച്ചിയുടെ തീസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിച്ച് നടക്കുന്ന ഒരുത്തനെ എങ്ങനെ പ്രേമം വെച്ച് മഴയത്ത് കുളിപ്പിച്ച് കിടത്താം എന്നുള്ളതായിരുന്നു. ഷെടാ ഇതെന്ത് വിഷയമെന്ന് നിങ്ങളൊക്കെ ആലോചിക്കാം. പക്ഷേ ചേച്ചിയുടെ തീസസിൻ്റെ ഫ്രണ്ട് പേജ് ഞാൻ കണ്ടതാണ്. നല്ല ഒന്നാം തരം ഒറിജിനൽ തീസസ് ആണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്ക്. ലവ്, ലസ്റ്റ്, വാംത്ത് ഇസ് ബീൻ പ്രസന്റഡ് ഡീപ്ലി ബൈ ധാർമ്മിക ഓൺ ദിസ് ബുക്ക്. ബൈ ധാർമ്മിക, സൂപ്പർവൈസറുടെ ഒന്നും പേര് പോലും ഇല്ല. ഇത് പക്ക ഒറിജിനൽ. അതായത് ചേച്ചി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മികച്ച തീസസിൻ്റെ അവസാനത്തെ 2 പേജ് ചേച്ചി ബ്ലാങ്ക് ആക്കി ഇട്ടിരിക്കുകയായിരുന്നു. അതായത് അണ്ണൻ തിരിച്ച് ചേച്ചിയെ തപ്പി വന്നാൽ മാത്രമേ ആ 2 പേജ് എഴുതാൻ പറ്റൂ. അപ്പോൾ അണ്ണൻ ഇന്ന് എന്തായാലും ചേച്ചിയെ തപ്പി വന്നല്ലോ. അപ്പോൾ ഇന്ന് തന്നെ ആ 2 പേജ് എഴുതി ചേച്ചി ഇന്ന് തന്നെ തീസസും സബ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ മനോരമ ആഴ്ചപ്പതിലെ ചെറുകഥ പോലെ ചേച്ചി അന്ന് തന്നെ ഇരുന്ന് ആ തീസസ് മുഴുവൻ എഴുതി സബ്മിറ്റും ചെയ്തു. ഡോക്ടറേറ്റ് ഒന്നും വേണ്ട, പള്ളിക്കൂടത്തിൻ്റെ പടി ചവിട്ടി ഏവനോടെങ്കിലും ചോദിച്ചുകൂടായിരുന്നു ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. എന്തായാലും അന്ന് അണ്ണനെ മഴയത്ത് കളഞ്ഞിട്ട് പോയതാണ് ചേച്ചി. ഇതാണ് ആ മനോഹരമായ ഹൃദയഹാരിയായ ആ പ്രണയകഥ. എന്തായാലും അന്ന് അണ്ണനെ ഇങ്ങനെ കളഞ്ഞിട്ട് പോയ ചേച്ചിക്ക് വേണ്ടിയാണ് 7 സ്റ്റാർ ഹോട്ടലിലെ റൂമും 4.5 കോടി രൂപയുടെ മോതിരവും മുടിവെട്ടലും വേഷം കെട്ടലും ഏറ്റമോ. പക്ഷേ ഒരു കാര്യമുണ്ട്, ചേച്ചി അന്ന് മഴയത്ത് കളഞ്ഞിട്ട് പോയ ഫയറിലാണ് അണ്ണൻ ഇന്ന് ഇത്രയും റിച്ച് ആയത്. പിന്നെ ഫ്ലാഷ് ബാക്കിൽ നിന്നൊക്കെ തിരിച്ച് വന്നിട്ട് 2 പേരും കൂടി ഒരു ഇമാജിനറി സോങ് ഒക്കെ ഉണ്ട്. അത് നമ്മുടെ സർട്ടിഫിക്കറ്റിന് ചേരില്ല, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കേട്ടുന്നില്ല. നിങ്ങൾ യൂട്യൂബിലുണ്ട് കണ്ടോളൂ. അങ്ങനെ സോങ്ങിൽ നിന്നൊക്കെ പുറത്ത് വരുമ്പോൾ അണ്ണൻ നേരെ മോതിരമായിട്ട് പ്രപ്പോസ് ചെയ്യാൻ ഒരുങ്ങും. അപ്പോൾ ചേച്ചിക്ക് ഒരു കോള് വരും. ആരാ അത്? എന്റെ കെട്ടിയോൻ എന്നെ ഇവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോയത് തന്നെ അദ്ദേഹമാണ്. 3 മണിക്കൂർ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്നെ ഒരു തവണ പോലും വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തില്ല. ഇത്ര ജെന്റിൽമാൻ ആണല്ലേ എൻ്റെ ഹസ്ബൻഡ്. സൂപ്പർ ആയിട്ടുണ്ട്. അതായത് മാമാപ്പണി ചെയ്തുകൊണ്ടിരുന്ന അണ്ണന് മാമാപ്പണി ചെയ്തുകൊണ്ടിരുന്ന ചേച്ചിയെ തിരിച്ചു കൊടുക്കാനായിട്ട് മാമാപ്പണി ചെയ്യുന്ന ചേച്ചിയുടെ കെട്ടിയവൻ. പക്ഷേ ഇതൊന്നുമല്ല ഇതിനകത്തെ ട്വിസ്റ്റ്. അതായത് ഈ ചേച്ചി പറയുന്ന ഈ ഡയലോഗ് എല്ലാം കൂടെ കേട്ടിട്ട് ഭാര്യയുടെ വില മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് പൂവും മേടിച്ചുകൊണ്ട് ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുക്കും നമ്മുടെ റിയൽ സ്റ്റാർ. ഭാര്യ ഇത് കേൾക്കുമ്പോൾ സ്ഥിരം എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അവരാ പൂവും മേടിച്ച് അകത്തോട്ട് കയറി നടന്നു പോകും. പക്ഷേ അപ്പോഴാണ് ട്വിസ്റ്റ്. അപ്പോൾ നമ്മുടെ റിയൽ സ്റ്റാറിനെ ചേച്ചി വിളിച്ചിട്ട് പറയും അണ്ണനെ വന്ന് കണ്ട് ഒരു ദിവസം റൂമൊക്കെ എടുത്ത് റൂമിനകത്ത് അടിച്ച് പൊളിച്ച് അർമാദിക്കാൻ ചേച്ചിയെ വിളിച്ച് പറഞ്ഞത് തന്നെ അണ്ണൻ്റെ ധർമ്മപത്നിയാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതായത് അണ്ണന് മാമാപ്പണി, ചേച്ചിക്ക് മാമാപ്പണി, അണ്ണൻ്റെ ചേച്ചിക്ക് മാമാപ്പണി, ചേച്ചിയുടെ അണ്ണന് മാമാപ്പണി. ഇത് എന്നെ തലപ്പിച്ചേരി തിരുമ്പ ചൊല്ലിക്കിട്ടേ. അല്ല, ഞാൻ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എന്തായാലും ഇത്രയും വലിയ മാമാപ്പണി ചെയ്യാൻ കൽപ്പുള്ള ചേച്ചി തന്നെയാണ് അണ്ണന് കറക്റ്റ് മാച്ച് എന്ന് മനസ്സിലാക്കിയ റിയൽ സ്റ്റാർ ഭാര്യയുമായി ഒന്നിക്കുന്നു. ഹാപ്പി എൻഡിങ്. ഞാൻ പറഞ്ഞില്ലേ ഈ ട്രിലജിയിലെ ഏറ്റവും കിടിലൻ പടമാണ് ഇതെന്ന്. കഴിഞ്ഞ പടത്തിലെ തെറ്റുകളെല്ലാം അവർ ഇതിനകത്ത് പരിഹരിച്ചു. എന്താ ആക്ഷൻ, എന്താ ഡ്രാമ, എന്താ റൊമാൻസ്. അങ്ങനെ ഈ പടവും കർണാടകയിൽ ഭയങ്കര വലിയ ഹിറ്റായി. അങ്ങനെ ആ 2 തുടർ വിജയങ്ങൾ ചന്ദ്രു സാറിനെ ഭ്രാന്തനാക്കി. അങ്ങേരെ ആ ഭ്രാന്തെല്ലാം കൂടെ എഴുതി കൂട്ടി 3ാമതൊരു പടം ചെയ്തു. അത്